നമ്മുടെ രാജ്യത്ത് ഒരു വ്യക്തിക്ക് നിയമപ്രകാരം എത്ര തുക വീട്ടിൽ സൂക്ഷിക്കാൻ സാധിക്കും? ഇതിനുത്തരം പലർക്കും അറിയില്ല. അതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇൻകം ടാക്സ് നിയമം പറയുന്നത് ഒരു വ്യക്തിക്ക് എത്ര തുക വേണമെങ്കിലും വീടുകളിൽ സൂക്ഷിക്കാം. ഇതിന് കൃത്യമായ നിർവചനമൊന്നും നൽകിയിട്ടില്ലെന്നാണ് ഇതിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു വ്യക്തിക്ക് എത്ര തുക വേണമെങ്കിലും വീടുകളിൽ സൂക്ഷിക്കാൻ സാധിക്കും. എന്നാൽ ആവശ്യപ്പെടുന്ന പക്ഷം അതിന്റെ ഉറവിടം വെളിപ്പെടുത്തേണ്ടതാണ്. ഇൻകം ടാക്സ് റിട്ടേൺ, ബുക്ക് ഓഫ് അക്കൗണ്ട്സ് എന്നിവയിൽ ഈ തുക രേഖപ്പെടുത്തി നൽകേണ്ടതുമാണ്. ഒരു വ്യക്തി ധാരാളം പണം വീടുകളിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് കരുതുക. ഇതേപ്പറ്റി അന്വേഷണം നടത്താൻ നികുതി ഉദ്യോഗസ്ഥർക്ക് നിയമപരമായ അധികാരം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ അന്വേഷണം ഉണ്ടായാൽ ആ ഫണ്ടിന്റെ ഉറവിടത്തെപ്പറ്റി വ്യക്തി കൃത്യമായ തെളിവുകൾ നൽകേണ്ടി വന്നേക്കാം. അക്കൗണ്ട്സിലും ബുക്ക് ഓഫ് അക്കൗണ്ട്സിലും രേഖപ്പെടുത്താത്ത ആസ്തികൾ കണ്ടെത്തിയാലോ? ഇതേപ്പറ്റി അന്വേഷണം നടത്താൻ ഉദ്യോഗസ്ഥർക്ക് ചുമതലയുണ്ട്. ഇത്തരം ആസ്തികളെപ്പറ്റി കറക്റ്റായ ഒരു എക്സ്പ്ലനേഷൻ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത്തരം തുകകളെ അൺഎക്സ്പ്ലൈൻഡ് ഇൻകം എന്ന പേരിലാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക. ഇതേ തുടർന്ന് കനത്ത നികുതി ഈ തുകയ്ക്ക് നൽകേണ്ടി വന്നേക്കാം. അതനുസരിച്ച് നിയമം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതുപോലെയുള്ള ലീഗൽ അവയർനെസ്സിനും അപ്ഡേറ്റ്സിനും വേണ്ടി ലോ പോയിന്റ് ഫോളോ ചെയ്യുക.